പ്രതിദിനം നൂറുകണക്കിന് വിദേശ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് വർക്കല. എന്നാൽ വർക്കലയിലെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് ആവശ്യത്തിന് പോലീസോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല. സുരക്ഷാ ജാമറുകൾ കൂടി കണ്ണടച്ചതോടെ കുറ്റകൃത്യങ്ങളും പെരുകുകയാണ്. വർക്കല ടൂറിസം മേഖലയോട് അധികൃതരുടെ അവഗണനയ്ക്കെതിരെ ജനരോഷം ശക്തമാവുകയാണ്. കേരളീയ സംസ്കാരവും ആധുനികതയും തിരയടിക്കുന്ന വർക്കല വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്. വിനോദം തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് വർക്കല തീരങ്ങൾ എത്ര കണ്ട് സുരക്ഷിതം. ആറ് കിലോമീറ്റർ തീരം കാക്കാൻ ആകെയുള്ളത് 5 പോലീസുകാർ മാത്രം. ഇവർക്കാകട്ടെ വാഹനങ്ങളും നൽകിയിട്ടില്ല. അക്രമ സംഭവങ്ങളോ അപകടങ്ങളോ നടന്നാൽ പോലീസ് സ്ഥലത്തെത്താൻ മണിക്കൂറുകൾ വൈകും. കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, വർക്കല ടൂറിസത്തെ ഇത്രയും കൂടുതൽ അവഗണിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പരമാർത്ഥമാണ്. തീരദേശ പോലീസ് സ്റ്റേഷൻ വരേണ്ടതാണ് വർക്കല. പക്ഷേ ഒരു എയ്ഡ് പോസ്റ്റ് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് പോലീസുകാരില്ല. അതുപോലെ തന്നെ അവർക്ക് വാഹന സൗകര്യമില്ല. ഒരു അപകടം നടന്നാൽ ആംബുലൻസിനോ മറ്റ് ഫയർഫോഴ്സിനോ ഇവിടെ എത്താൻ പോലും ബുദ്ധിമുട്ടുള്ള സ്റ്റേജുണ്ട്. നിരീക്ഷണ ക്യാമറകൾ കണ്ണടച്ചിട്ട് നാളുകൾ ഏറെയായി. പാപനാശം മുതൽ സ്ഥാപിച്ച ക്യാമറകൾ ഈ വിധമായിട്ടും അധികൃതർ അറിഞ്ഞ മട്ടില്ല. ഇപ്പോൾ കുറേ വാട്ടർ റൈഡ്സ്, വാട്ടർ സ്പോർട്സ്, കടലിലിറങ്ങുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള ലൈഫ് ഗാർഡിൻ്റെ എണ്ണത്തിലും വളരെ പരിമിതമായിട്ടുള്ള ലൈഫ് ഗാർഡുകളാണ് ഇപ്പോൾ ഉള്ളത്. ഉള്ളവർക്ക് തന്നെ മറ്റ് ലൈഫ് ബോയ്, അതല്ലെങ്കിൽ ഒരു എമർജൻസി റെസ്ക്യൂസിനുള്ള ഒരു ബോട്ട്, അതല്ലെങ്കിൽ മറ്റ് ഉപകരണങ്ങൾ, അതിൻ്റെയൊക്കെ ഒരുപാട് ലഭ്യതക്കുറവുണ്ട്. ടൂറിസ്റ്റുകൾക്കും പൊതുജനങ്ങൾക്കും വ്യായാമത്തിനായി വർക്കല ഹെലിപ്പാഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളും നശിച്ചു കഴിഞ്ഞു. നമ്മൾ കാര്യങ്ങൾ ചെയ്യാതെ വരുന്നവരെ പല രീതിയിലും അകറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്കല ടൂറിസം മേഖലയിൽ എന്ത് വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തിയാലും ഉദ്ഘാടനത്തിനു ശേഷം അധികൃതർ അവ ഉപേക്ഷിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.